എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരിയും അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലും ഉള്ള ഒരു ഷോപ്പാണ്. എവിടെയാണെന്നല്ലേ, വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ്. അത്തരം വിശേഷങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പെർഫ്യൂമുകളും അത്തറുകളും ഊതുകളും ചന്ദനത്തിരികളും എല്ലാം അടങ്ങുന്നൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലാണ് നമുക്ക് ആവശ്യമുള്ള, നമുക്കിപ്പോൾ ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളുണ്ടല്ലോ, ആ ബ്രാൻഡുകളുടെ ഒരു പെർഫ്യൂം നമ്മൾ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അതേ ഫ്ലേവറിൽ നമ്മുടെ ആവശ്യാനുസരണം ഇവർ നമുക്ക് ഉണ്ടാക്കിത്തരും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൽക്കഹോൾ ഫ്രീ ആണ്. അതായത് ഇപ്പോൾ 100 മില്ലിയുടെ ബോട്ടിലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആ 100 മില്ലിയും നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ആ പെർഫ്യൂം ആയിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ഈ പെർഫ്യൂമുകളിൽ 80% ഇവർ ഇതിന് ഗ്യാരണ്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മിനിമം 2 ദിവസമെങ്കിലും ആ സ്മെല്ല് പോകാതെ നിൽക്കും എന്നുള്ളതാണ് ഇവരിതിൻ്റെ ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത് ഐറിസാണ്, ഐറിസ് പെർഫ്യൂം ഫാക്ടറിയാണ്. പ്ലസ് ഇൻസെൻസ് സ്റ്റിക്സും നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഹാൻഡ് മെയ്ഡ് ഇൻസെൻസ് സ്റ്റിക്സ് ആണ്. അത് 1 hour ബേൺ ചെയ്യുന്നതാണ്. ഇവിടെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വി കസ്റ്റമൈസ് ദ പെർഫ്യൂംസ് ഫോർ ഓൾ ദ കസ്റ്റമേഴ്സ്. അതായത് നമുക്കിവിടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് എന്താണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം വിത്തൗട്ട് ആൽക്കഹോൾ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് പെർഫ്യൂംസോ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് ആൽക്കഹോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടിലിൽ ഇഷ്ടമുള്ള സൈസിൽ only for pay for the size. പിന്നെ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് പെർഫ്യൂംസും അഗർബത്തീസും, അതായത് ഇൻസെൻസ് സ്റ്റിക്സൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെല്ലാം 1 hour ബേണിംഗ് ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്. ഇതിൻ്റെ ഇപ്പോഴുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ഇൻസെൻസ് സ്റ്റിക്സ് ഉണ്ട്. അത് ഹാൻഡ് മെയ്ഡ് ആണ്. 69 feet ലെങ്ത്തും ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 112 kg ആണ്. പിന്നെ ഉള്ളത് ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിലാണ്. അതിന് 10 feet ഹൈറ്റ് ഉണ്ട്. 3600 liters ഓഫ് പ്യൂർ പെർഫ്യൂം ഓയിൽ ഓഫ് ജാസ്മിൻ ഇൻസൈഡ്. ഇത് രണ്ടും ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾറെഡി ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം. ഗിന്നസ് വേൾഡ് റെക്കോർഡിനായിട്ട് കാത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിൽ. 3600 ലിറ്റർ ഓഫ് പെർഫ്യൂംസ്. അത് 10 അടി നീളം. കണ്ടോ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അവൈലബിലിറ്റി ഓഫ് ഫ്ലവേഴ്സ് വേണം. ത്രൂ ദ സ്റ്റീം ഡെസ്റ്റിലേഷനാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത്. അതായത് പാരീസ് പെർഫ്യൂമിന് വേണ്ടി ഫേമസ് ആണെങ്കിൽ ഫ്ലവർ ഓയിൽസിന് വേണ്ടിയിട്ട് ഫേമസ് കൊച്ചിനാണ്. അതെ, ഫ്ലവർ ഓയിൽസിൻ്റെ കാര്യത്തിൽ ഫേമസ് ആയിട്ട് വരുന്നത് വേൾഡിൽ കൊച്ചിയാണ് എന്നാണ് ചേച്ചി പറയുന്നത്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പെർഫ്യൂംസിൽ പാരീസാണ്. നമ്മൾ ഫ്ലവർ ഓയിൽസിൻ്റെ കാര്യത്തിൽ അത് അതിനകത്തുനിന്ന് അത് എത്തരത്തിലാണ്, അതായത് സ്റ്റീം ചെയ്താണ് നമുക്ക് അതിനകത്തുനിന്ന് ആ ഓരോ പൂക്കളിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള തനത് കണ്ടൻറ്റ് അതിനകത്തുനിന്ന് അവർ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. ആ നാച്ചുറലായിട്ടുള്ള ആ ഓയിലിൻ്റെ സ്മെല്ലാണ് പല തരത്തിലുള്ള അത്തറുകളിലേക്കും പല പെർഫ്യൂമുകളിലേക്കും നമ്മുടെ കൈകളിൽ എത്തപ്പെടുന്നത്. അല്ലാതെ ഈ കെമിക്കലായിട്ടുള്ള ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ ആ ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കത്തില്ല, ആ ഒരു ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. ഇവിടുത്തെ ഇത്തരത്തിലുള്ള ഷോപ്പുകളിലെ പ്രത്യേകത പറഞ്ഞാൽ വളരെ ചെറുത്. നിങ്ങളെ കൊണ്ടൊന്ന് വന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക. മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റിലാണ് ഈ ഒരു ഷോപ്പുള്ളത്, ഐറിസ് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. തനതായ രീതിയിലുള്ള, അതായത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ കാണാനിരിക്കുന്ന പോലെ ചന്ദനത്തിരികളൊക്കെ, ഓരോ ചന്ദനത്തിരികളും ഹാൻഡ് മെയ്ഡായിട്ട് അവരെ ഉണ്ടാക്കി ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഈ കാണുന്ന ബോട്ടിൽസിനൊക്കെ ഏകദേശം ഒരു 3 ml, ഞാൻ എന്താ പറഞ്ഞാൽ 3 ml-ന് 1500 രൂപയോളം വില വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ബോട്ടിൽസ്, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ബോട്ടിൽസാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രീമുകളുണ്ട്, അതുപോലെ ഫേസ് വാഷുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബോട്ടിൽസും ഇതിന് പുറമെ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഐറ്റംസ് എന്താണെന്ന് സൂക്ഷിച്ച് നോക്കുകയും, ഇതൊരു ഡിസൈൻ അല്ല, ഇതെല്ലാം ഓരോ ചന്ദനത്തിരികളാണ്. ഓരോ ചന്ദനത്തിരികൾ ഹാൻഡ് മെയ്ഡായിട്ട് ഇതുണ്ട്. അവിടെ ഇരുന്ന ചേച്ചിമാർ
കൈകൊണ്ട് ഏത് ഫ്ലേവറാണോ അല്ലെങ്കിൽ ഏത് ഗന്ധമാണോ ആവശ്യമുള്ളത് അത് വെച്ച് അവരിങ്ങനെ റോൾ ചെയ്ത് ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. കണ്ട ഓരോ കളറിൽ കാണുന്നതും ഓരോരോ ഫ്ലേവറുകളാണ്. നമുക്കിതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഏകദേശം 1 മണിക്കൂറോളം ആ ഒരു തിരിക്ക് ബേണിംഗ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള, അതായത് നമ്മൾ സാധാരണ കുന്തിരിക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുന്തിരിക്കങ്ങൾ, അത് അതിൻ്റെ തന്നെ പലതരത്തിലുള്ള പല ഐറ്റംസാണ്. എന്താണെന്നുള്ള ശരിക്കും ഐറ്റംസ് എനിക്ക് പോലും അറിയില്ല. അതുപോലത്തെ ഉള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. കാരണം വന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു എക്സിബിഷൻ പോലെ നമുക്ക് കാണാനും മാത്രമുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. എല്ലാം നാച്ചുറലാണ്, പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിന് എന്താണോ ഇപ്പം നമ്മളിപ്പോൾ ഒരു പെർഫ്യൂമിന്, നമ്മളിപ്പോൾ ഒരു റോസ് അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫ്യൂം നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു സ്മെല്ലായിരിക്കണം എന്നില്ല ആ ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ മണം. ആ ഒറിജിനൽ മണം അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു. നമുക്ക് കൺഫ്യൂഷനായി, അതായത് നമ്മൾ പലതരത്തിലുള്ള സ്മെല്ല് ചെയ്ത് നമുക്ക് കൺഫ്യൂഷനായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കോഫി, നമ്മുടെ ബീൻസ് ഉണ്ട് കോഫി, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യാൻ വേണ്ടി അവർ തരും. അത് മണത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മറ്റുള്ള നമ്മൾ നേരത്തെ ആസ്വദിച്ച സുഗന്ധങ്ങളെല്ലാം നമ്മുടെ മുക്കിൽ നിന്ന് മാറുകയും റിഫ്രഷ് ആവുകയും ചെയ്യും. നമുക്ക് വീണ്ടും അടുത്ത ഒരു സ്മെല്ല് നമുക്ക് ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലരും അറിയത്തില്ലാത്ത കാര്യങ്ങളായിരിക്കത്തില്ല, അറിയാമായിരിക്കാം. എന്നാലും ഞാനൊരു വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ, ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാടുണ്ട്, ഒരുപാട് ഐറ്റംസ്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് പോയിൻ്റ്. ഏകദേശം 12ഓളം തൊഴിലാളികൾ 2 മാസത്തോളം സമയമെടുത്ത് 412 കിലോഗ്രാം തൂക്കവും 69 അടി നീളവുമുള്ള ഒരു ചന്ദനത്തിരി അല്ലേ. അതൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച തന്നെയല്ലേ. അതെ, അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരെ. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് കേട്ടോ, ഗിന്നസ് വേൾഡ് റെക്കോർഡ്. കണ്ടില്ലെന്നാരും പറയരുത്, നേരെ കൊച്ചിക്ക് വരും, മട്ടാഞ്ചേരിക്ക്. ഇതൊക്കെ ഓരോ ഫ്ലേവറുകളാണ് കേട്ടോ ചന്ദനത്തിന് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടില്ലേ മേളിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ, അതിനകത്ത് ഓരോ കളർ കാണുന്നുണ്ടല്ലോ. ആ ഓരോ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പൊടികളാണ്. ഇതാണ് കളറും ആ ഒരു സുഗന്ധവും നമുക്ക് ഉണ്ടാക്കി വേണ്ടി തരുന്നത്. കണ്ടോ, അതുണ്ടാക്കി വെച്ചേക്കുന്ന ആ കളറുകൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നോക്കി കാണാൻ പറ്റും, ആ ചേച്ചി ഇരുന്നുകൊണ്ട് ഓരോ ചന്ദനത്തിരികളും ഉരുട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, നമ്മൾ സാധാരണ ഇതിന് മെഷീന് കാര്യങ്ങളൊന്നുമല്ല. എത്രത്തോളം നാച്ചുറലായിട്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടണം അത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ഇവർക്ക് മെഷീനറീസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അതിന് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇവർ ഇത്തരത്തിലുള്ള പൗഡറുകളും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് വരുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്ത് പറയാൻ വിട്ടുപോയ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ നീളത്തിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ 2ാമത്തെ വേൾഡ് റെക്കോർഡിന് വേണ്ടി കാത്തിരിക്കുന്ന ചന്ദനത്തിരി കേട്ടോ. നേരെ സെൻറ്ററിൽ കാണുന്നത് പെർഫ്യൂം ബോട്ടിലും അതിനെ ലെഫ്റ്റ് നീളത്തിൽ കാണുന്ന തടിക്കഷ്ണം പോലെ ഇരിക്കുന്ന സാധനമാണ് ഏറ്റവും വലിയ ചന്ദനത്തിരി കേട്ടോ. 1 മാസത്തോളം നിന്ന് കത്തും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇന്ന് ആ ചന്ദനത്തിരിക്ക് തിരി കൊളുത്തി കഴിഞ്ഞാൽ ഏകദേശം 30 ദിവസത്തോളം അതിൻ്റെ ആ ഒരു ബേണിങ് കെടാതെ തന്നെ നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഈ കാണുന്ന ചില എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മൾ ആവശ്യപ്പെടുന്ന ഫ്ലേവർ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ബ്രാൻഡിൻ്റെ അതേ സെയിം ക്വാളിറ്റിയിലുള്ള സാധനം നമുക്കവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സും ഓയിലും ഒക്കെയാണ് കാണുന്നത്. ലെതർ ബോട്ടിൽസ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഫാക്ടറി പ്രത്യേകത കണ്ടോ. സിട്രസ് ആൻഡ് ഫ്രഷ് ഓയിൽ, അക്വാറ്റിക് കണ്ടോ, സ്പൈസി ആൻഡ് ഫ്രഷ് ഓയിൽ. ഇതൊക്കെ ഒറിജിനൽ ഐറ്റംസ് ആണ് കേട്ടോ. ഒറിജിനൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു ഐറ്റംസ് അല്ല ഇത്. നാച്ചുറലായിട്ട് തന്നെയുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ബോട്ടിൽസിലാക്കി നമ്മൾ സാധാരണ നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു പെർഫ്യൂം പോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ അവർ നമുക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ബോക്സിങ്ങും പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടക്കക്കാരനായതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ പരിഹരിച്ച് പോകുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാനും വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.